മുസ്ലിം ജനവിഭാഗം എല്ലാ കാര്യത്തിലും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഭൗതികപരമായും ദീനീപരമായും ഒക്കെ ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ ശത്രുക്കൾക്കിടയിൽ നമ്മള് വളരെ വില കുറഞ്ഞൊരു സമൂഹമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ദാരുണമായ കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും ഇസ്ലാമിന് നേരെയുള്ള അതിക്രമങ്ങളും പരാക്രമങ്ങളും എല്ലാം തന്നെയാണ് എന്ന് നമുക്കറിയാം. അവിടെയാണ് ഇസ്ലാമിന്റെ ഇസ്സത്തിനെ ഉയർത്തിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥ വിശ്വാസത്തെ ഉൾക്കൊള്ളുന്ന, യഥാർത്ഥ വിശ്വാസത്തിന്റെ എല്ലാവിധ നന്മകളും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറേണ്ടത്. അവിടെയാണ് വിശ്വാസിയുടെ സൽഗുണങ്ങൾ എന്ന വിഷയം ഏറെ പ്രസക്തമാകുന്നത്. നാം വെറും മുസ്ലിം ആയാൽ മാത്രം പോരാ, നമ്മളിൽ ഉൾക്കൊള്ളേണ്ട സകലമായ സൽഗുണങ്ങളും ഉൾക്കൊള്ളുന്നവർ കൂടി ആയിരിക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഈ ഒരു സംഗമത്തിലൂടെ നമ്മൾ സ്വായത്തമാക്കിയെടുക്കേണ്ട ഏറ്റവും വിശിഷ്ടമായ കാര്യമെന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, എന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട 10 ആയത്തുകൾ, ആ 10 ആയത്തുകൾ ആരെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ തീർച്ചയായും അവര് വിജയിക്കുകയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുഅ്മിനൂനിലെ 10 ആയത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ഹദീസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയപ്പെട്ട ഗുണങ്ങള് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന ഒരു ആത്മപരിശോധനക്ക് ഇൻഷാ അല്ലാഹ് ഈ വേദിയെ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു പറയുന്നുണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് മാത്രമല്ല അല്ലാഹു പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും ഒരു സംശയത്തിന്റെയും പഴുതില്ലാത്ത വിധം അല്ലാഹു പറയുകയാണ്, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഇഹലോകത്താകട്ടെ നാളെ പരലോകത്താകട്ടെ അവർക്ക് യാതൊരു തരത്തിലുള്ള പരാജയങ്ങളെയും നേരിടേണ്ടി വരില്ല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് അല്ലാഹു പറയുന്നത് യഥാർത്ഥ വിശ്വാസികൾ വിജയം കൈവരിച്ചിരിക്കുന്നു എന്ന്. അവിടെയാണ് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടത്. ശിഫ സൂചിപ്പിച്ചതുപോലെ നമ്മളിൽ ആ കറകളഞ്ഞ വിശ്വാസമുണ്ടോ എന്ന് നമ്മൾ ആദ്യം ആത്മപരിശോധന നടത്തേണ്ടത്. അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടോ? അവൾ ഓതി വെച്ചല്ലോ ഒരായത്ത്, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമ, വിശ്വസിക്കുകയും എന്നിട്ട് ആ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവർക്ക് മാത്രമാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവരും. എന്താണ് വിശ്വാസത്തിനോട് കൂടി അതിനോട് അതിക്രമം ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വിശ്വാസത്തിന്റെ ശേഷം എന്താണ് അതിനോട് ചെയ്യുന്ന അതിക്രമം? നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന് ചാഞ്ചാട്ടമുണ്ടോ, ചാഞ്ചല്യമുണ്ടോ, സംശയങ്ങളുണ്ടോ എങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തോട് ചെയ്യുന്ന അതിക്രമമാണത്. ഏതേത് പരീക്ഷണ ഘട്ടത്തിലും എനിക്ക് അല്ലാഹു മതി എന്ന് ഉറപ്പിക്കുവാനും പ്രഖ്യാപിക്കുവാനുമുള്ള കഴിവും തന്റെ ഇടവും ആർജവും നമുക്കുണ്ടോ? ആ ആയത്തും അവൾ ഇവിടെ ഓതി വെച്ചു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ് എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുക. മാത്രമല്ല ഏതേത് ഘട്ടത്തിലും ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന ആ ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമേ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയുള്ളൂ. ഒരു പ്രയാസവും അനുഭവിക്കാത്തപ്പോ നമുക്ക് അള്ളാഹുവിനെ മാത്രം മതി എന്ന രൂപത്തിൽ ജീവിക്കാൻ സാധിക്കുകയും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ നമ്മളിലുള്ള വിശ്വാസം ചോർന്നു പോവുകയും ചെയ്യുന്ന ദുർബലത എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ എന്ന് നിരന്തരം നമ്മൾ ആത്മപരിശോധന നടത്തണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയോക്തി ഉണ്ടാകും. താനാളൂരിന്റെ മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നിങ്ങൾ. മുജാഹിദുകൾ തിങ്ങിപ്പാർക്കുന്ന, നിരന്തരം ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് പോകുകയും ഖുതുബകൾ കേൾക്കുകയും ചെയ്യുന്ന, ഇവിടെ സമ്മാന വിതരണം നടത്തുമ്പോൾ നമുക്കറിയാം ഖുർആൻ പഠനത്തോടും അതിന്റെ പരീക്ഷയോടും ഒക്കെ നിങ്ങൾ കാണിക്കുന്ന താല്പര്യം,
അങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാകും. വിശ്വസിച്ച ഒരാൾക്ക് പിന്നീട് അതിൽ സംശയങ്ങളോ ദുർബലതകളോ കടന്നു വരുമോ എന്ന്. പക്ഷെ നമ്മൾ അറിയേണ്ടത് കടുത്ത പരീക്ഷണങ്ങൾ നേരിടുമ്പോ അത് നേരിടാനുള്ള ഉൾക്കരുത്തുണ്ടോ എന്നുള്ളതാണ്. ബാങ്ക് കൊടുക്കണ്ട. ഇതിനെ മൃഗം പിടിച്ച് ജീവിച്ചൊരു വ്യക്തി വളരെ പെട്ടെന്നാണ് കരളിന് ലിവറിന് ക്യാൻസർ ബാധിച്ചത്. അഥവാ അതിന്റെ അവസാനത്തെ സ്റ്റേജിലാണ് അത് അറിഞ്ഞത്. അതുവരെ ആരോഗ്യത്തിന് യാതൊരു പ്രയാസവും ഇല്ലാതെ ജീവിച്ചിരുന്ന ഒരാളാണ്. പെട്ടെന്ന് ക്യാൻസർ ബാധിച്ച് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ടു. വളരെ ആക്റ്റീവായിട്ട് എല്ലാവർക്കിടയിലും വളരെ സന്തോഷവതിയായിട്ട് ഊർജ്ജസ്വലതയോടെ നടന്നിരുന്ന ആ വ്യക്തിക്ക് പെട്ടെന്ന് തനിക്കുണ്ടായ ആ തകർച്ച ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സാധിച്ചില്ല. പിന്നീട് വയറ്റിലും കാലിലും എല്ലാം നീര് വന്ന് ചീർത്ത് രോഗശയ്യയിൽ കിടക്കുമ്പോ അവരുടെ ഒരു കൂട്ടുകാരി വന്ന് അവരോട് പറഞ്ഞു അത്രേ, ഏതോ ഒരു ദർഗയിലേക്ക് ഒരല്പം പണം നേർച്ചയാക്കിയാൽ, ധാരം മൂടാൻ നേർച്ചയാക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശമനം ലഭിച്ചേക്കാം. ഞാനത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല, നിങ്ങളൊക്കെ മുജാഹിദുകളല്ലേ എന്നുള്ളതാണ്. ഞാൻ എന്റെ അവസാനത്തെ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. എന്റെ റബ്ബിലേക്ക് തിരിച്ചു മടങ്ങാൻ മനസ്സുകൊണ്ട് ഞാനൊന്ന് പാകമാകട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം ദുനിയാവിനെ മോഹിക്കുകയും അഥവാ വല്ല സൽഫലവും കിട്ടിയേക്കുമോ എന്ന് വിചാരിച്ച് മൂഢമായ ധാരണയുടെ പേരിൽ അങ്ങനെ ഒരു പ്രവൃത്തിയും ചെയ്തുകൊണ്ടാണ് ആ സഹോദരി മരിച്ചുപോയത് എന്ന് പറയുമ്പോ, ആ ഒരു പ്രവൃത്തി ചെയ്ത് അധികം കഴിയും മുമ്പേ അബോധാവസ്ഥയിലേക്ക് അകപ്പെട്ടു പോയ ആ സഹോദരി അത്തരം ഒരു അള്ളാഹുവിനേറെ കോപമുള്ള ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട്, ഒരുപക്ഷെ പടച്ചറപ്പൊരിക്കലും പൊറുക്കാത്ത ഒരു പാപം ചെയ്തുകൊണ്ട് ഭൂമിയിൽ നിന്നും വിടവാങ്ങിപ്പോകേണ്ടി വന്നു എന്ന് കേൾക്കുമ്പോ കറകളഞ്ഞ വിശ്വാസം നമുക്കുണ്ടോ? എനിക്കെന്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കുവാനുള്ള ആർജവമുണ്ടോ? എന്തൊക്കെ വന്നാലും ഏതൊക്കെ വിധി അള്ളാഹു എനിക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട് എങ്കിലും അതെന്റെ ഗുണത്തിന് വേണ്ടിയാണെന്ന് തീരുമാനിക്കാനുള്ള ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആ വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണമെങ്കിൽ ഒരിക്കലും പതറിപ്പോകാത്ത ഈമാനുള്ളവരായിരിക്കണം എന്നുള്ളത് നമ്മൾ നിർബന്ധപൂർവം നമ്മുടെ ഉള്ളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, വിജയിച്ച വിശ്വാസികളെ കുറിച്ച് രണ്ടാമത് അള്ളാഹു പറയുന്നത് എന്താണ്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, എന്താണ് അവരുടെ പ്രത്യേകത? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ തങ്ങളുടെ നമസ്കാരത്തിൽ ഖുശൂഉള്ളവരാണ്. അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. നമസ്കാരം കൊണ്ടല്ല വിജയിക്കുക, നമസ്കാരത്തിനുള്ളിൽ നമ്മൾ പാലിക്കുന്ന ആ ദൈവഭക്തിയോട് കൂടിയിട്ട് നമസ്കാരം നിർവഹിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ നോക്കുമ്പോ നമ്മൾ മുസ്ലിങ്ങളാ, നമ്മൾ നോക്കുമ്പോ നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, സ്വയം നമ്മൾ സമാധാനിക്കുക, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, ഞാൻ ദിക്ർ ചൊല്ലുന്നുണ്ട്, ഞാൻ ദാനധർമ്മം നിർവഹിക്കുന്നുണ്ട്, ഉംറ നിർവഹിക്കുന്നുണ്ട്, ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ നേരത്തെ പറയപ്പെട്ടതുപോലെ ദുനിയാവിന്റെ ഭ്രമത്തിൽ നിന്നും പിന്മാറിക്കളയാൻ കഴിയാതെ ഭൂമിയിലെ ജീവിതത്തോടുള്ള ആഗ്രഹം കൊണ്ട് മനസ്സ് മുരടിച്ചു പോയ ചില മനുഷ്യരായി മാറുന്നുണ്ടോ നമ്മള്? എങ്കിൽ അതിന്റെ കാരണം എന്താ? നമ്മുടെ ഉള്ളില് നമസ്കാരത്തിന്റെ ആ പവിത്രത കടന്നു വന്നിട്ടില്ല, ഖുശൂഓടുകൂടി നമുക്ക് നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ല. അതാണല്ലോ അല്ലാഹു സൂറത്ത് ഹുജറാത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, അഅറാബികളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഖാലത്തിൽ അഅറാബു ആമന്നാ, അഅറാബികൾ പറയുന്നു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. പക്ഷേ ഖുൽ പറയുക, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വലാകിൻ ഖൂലു, എന്നാൽ നിങ്ങൾ പറഞ്ഞുകൊള്ളുക, അസ്ലംനാ, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയുക. കേവലം ഒരു മുസ്ലിമാണെന്ന് മാത്രം അവകാശപ്പെടാനേ കഴിയുകയുള്ളൂ. കാരണം എന്താ? വലമ്മായുദ്ഖിലിൽ ഈമാനു ഫീ ഖുലൂബികും, നിങ്ങൾക്കുള്ളിലേക്ക് വിശ്വാസം പ്രവേശിച്ചിട്ടില്ല. വിശ്വാസം പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടായിത്തീരുക. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട് നമസ്കരിക്കാൻ കഴിയലാണ് ഖുശൂ എന്ന് പറയുന്നത്.
അങ്ങനെ ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം നമുക്ക് മാറ്റം ലഭിക്കും. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. മനുഷ്യർക്കിടയിൽ കാണിക്കേണ്ട കാരുണ്യത്തെക്കുറിച്ചും മനുഷ്യർക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട സൽഗുണങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ടല്ലോ, വൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് നാശം. എന്താണ് അതിന്റെ കാരണം? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തിൽ അവർ അശ്രദ്ധരാണ്. നമസ്കാരത്തിൽ അശ്രദ്ധ കാണിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് മനുഷ്യ നന്മകൾ പോലും കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത കേവലം വിശ്വാസിയായി മാറിപ്പോകും അവരെന്ന് അള്ളാഹു വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ അറിയേണ്ടതുണ്ട്, മനുഷ്യൻ വളരെ ദുർബലനാണ്. ജീവിതത്തിലെ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ തളർന്ന് തകർന്ന് തരിപ്പണമായി പോകും നമ്മള്. അതേപോലെ തന്നെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയാത്ത മനസ്സിന്റെ ഉടമകളായി പോകും. ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ആയി പോയത് എന്ന് ചില നിമിഷങ്ങളിൽ നമുക്ക് തന്നെ നമ്മളോട് അത്ഭുതം തോന്നുന്ന രൂപത്തില് നമ്മൾ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന മനുഷ്യരാകും. അള്ളാഹു അതിനെ കുറിച്ചും സൂറത്തുൽ മആരിജിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നൽ ഇൻസാന ഖുലിക ഹലൂആ, നിശ്ചയമായും മനുഷ്യൻ ഏറെ ദുർബലനായിക്കൊണ്ട് തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അഥവാ വേവലാതിക്കാരനായിക്കൊണ്ട് തന്നെയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇദാ മസ്സഉ ശർറു ജസൂഅ, അതായത് തനിക്കൊരു ദോഷം ബാധിച്ചാൽ ക്ഷമകെട്ടവനായിട്ട്, പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാൻ കഴിയാതെ അലമുറയിട്ട് കരഞ്ഞ്, അല്ലെ? നമുക്കിടയിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ. കുട്ടികളുടെ വല്ല പ്രശ്നവും വീട്ടിലുണ്ടായാൽ മതി, പിന്നെ നമ്മൾ തകർന്ന് തരിപ്പണമായി പോയി. സാമ്പത്തികമായ വല്ല പ്രശ്നങ്ങളും വീട്ടിലുണ്ടായാൽ മതി, പിന്നെ നമുക്കത് സഹിക്കാൻ വയ്യ, ഉൾക്കൊള്ളാൻ വയ്യ. ഡിപ്രഷൻ എന്നൊരു പേരും പറഞ്ഞുകൊണ്ട് രാവന്തിയോളം ഉറങ്ങാതെയും നമസ്കാരത്തിൽ ഒരു ഖുശൂ ഇല്ലാതെയും ഒക്കെയാണ് പിന്നെ നമ്മുടെ ജീവിതം. ആത്മാർത്ഥമായി എന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ ക്ഷമകെട്ടവനായിട്ട് മാറുന്നു. എന്നാൽ അള്ളാഹു അനുഗ്രഹങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുമ്പോഴോ അതിനെ തടഞ്ഞു നിർത്തുകയാ, അത് ശുക്രിന് കാരണമാക്കി തീർക്കുന്നില്ല, അള്ളാഹുവോട് നന്ദി ചെയ്യുന്നവരായി മാറുന്നില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നതാണ്, അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായ മനുഷ്യന്റെ ഈ അവസ്ഥകളെ മറികടക്കാൻ കഴിയുന്നത് ആർക്കാണ്? ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ്. എങ്ങനെ നമസ്കരിക്കണം? നമ്മള് ഖുശൂഓടുകൂടി നമസ്കരിക്കാൻ സാധിക്കുമ്പോഴാണ് ഈ പറയപ്പെടുന്ന അവസ്ഥകളിൽ നിന്നും മാറ്റം സിദ്ധിച്ച് നന്മയുള്ള ഒരു മനുഷ്യനായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുകയുള്ളൂ എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്ന ഒരു മനസ്സുണ്ടാകണം. ഉണ്ടോ? അങ്ങനെ ഭയപ്പെടുന്ന ഒരു മനസ്സുണ്ടോ? അടുക്കളയിലെ കാര്യവും കുട്ടികളുടെ കാര്യവും ചെയ്തു തീർക്കാനുള്ള പ്രവൃത്തികളെ കുറിച്ചുള്ള ചിന്തയും പേറിക്കൊണ്ട് നിസ്കരിക്കല്ലേ നമ്മൾ? ദുനിയാവായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് വേണം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നമ്മുടെ റബ്ബുമറ്റക്കായി പോകുന്ന ഒരവസ്ഥയായിട്ട് മാറണം. ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കണം. ദുനിയാവിന്റെ ചിന്ത വെടിഞ്ഞ് പരലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയണം. അപ്പൊ എല്ലാരും പറയും, കഴിയണില്ലല്ലോ, ഖുശൂ കിട്ടണില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നിസ്കാരത്തിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഒരുങ്ങണം. നിസ്കരിക്കാൻ പോവാ, എന്താ? അത് യാന്ത്രികമാണ്. ളുഹർ ബാങ്ക് കൊടുത്തു, പടച്ചോനെ നിസ്കരിച്ചിട്ടില്ല ഇതുവരെ, ഒരു അസ്വസ്ഥതയുണ്ട് ഉള്ളില്, അതുകൊണ്ട് വേഗം അങ്ങോട്ട് ഒതു ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ നിസ്കാരം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരുന്ന ഒരു യാന്ത്രികമായ അവസ്ഥ. ആ പ്രാരംഭ പ്രാർത്ഥന അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ വജ്ഹതു വജ്ഹി ലദീന അങ്ങോട്ട് തുടങ്ങി വെച്ചാൽ പിന്നെ നമ്മൾ പോലും അറിയാതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്ന അവസ്ഥ. അതിന്റെ ഇടയിൽ എന്തേ പറഞ്ഞ അറിയില്ല, നമുക്കൊരു പിടുത്തൂല്ല, ഒരു തെറ്റും കൂടാതെ അങ്ങനെ പോകും. എവിടെ മിസ്റ്റേക്ക് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ നമ്മളും അതും തമ്മിൽ യാതൊരു തരത്തിലുമുള്ള ബന്ധവുമില്ല. ഞാൻ നിസ്കരിക്കാൻ പോവാണ്, ഒരുങ്ങണം. ആദ്യത്തെ റക്അത്തില് എനിക്ക് ഇന്ന സൂറത്ത് ഓതണം. വേണമെങ്കിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം, ഓതാൻ പോണ സൂറത്ത് ഒന്നെടുത്ത് ഓതി നോക്കി, വേണമെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കി, വേണമെങ്കിൽ അതിന്റെ വിശദീകരണം കൂടി ഒന്ന് വായിച്ചു നോക്കി. അതിനൊക്കെ ഇപ്പൊ എവിടെ സമയം? അടിച്ചു തുടച്ച് വാരി മീനും പൊരിച്ച് കറി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഇതിനൊക്കെ നേരം കിട്ടുമോ? കിട്ടണം. ബാക്കിയൊക്കെ എത്ര പെട്ടെന്ന് തീരണ കാര്യമാണെന്നറിയോ? മനസ്സിതിലേക്കൊന്ന് സമർപ്പിച്ച് അപ്രകാരം ഒന്ന് ചെയ്തു നോക്കൂ. റുക്കുവും സുജൂദും ഒക്കെ വളരെ അടക്കത്തോടെ അച്ചടക്കത്തോടെ ചെയ്യണം.
മഹാനായ റസൂൽ അത് ഉണ്ടല്ലോ, അത് നമ്മളിൽ ഖുശൂ ഉണ്ടാക്കി തീർക്കും. പാകപ്പിഴവുകളില്ലാതെ നിസ്കരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റുകൂഇലും സുജൂദിലും തന്റെ മുതുക് നന്നാക്കാത്തവനിലേക്ക് അല്ലാഹു നോക്കുകയില്ല. വളരെ പ്രധാനപ്പെട്ടതാ ഇത്. ചൊറിഞ്ഞും മാന്തിയിട്ട് ഒരു നിസ്കാരമാണ്. മക്കനെ ഇവിടെ നന്നാക്കിയിട്ടും നിസ്കാര കുപ്പായം ഇങ്ങനെ ഇറക്കിയിട്ടും അങ്ങനെയാണ് നിസ്കാരം പൂർത്തിയാക്കുന്ന ഒരു നിസ്കാരമാണ്. അങ്ങനെയല്ല, സുജൂദിലേക്ക് മാത്രം, സുജൂദിന്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ആ ഒരു കാഴ്ചയെ നമ്മൾ ഒരു കേന്ദ്ര ബിന്ദുവിൽ ഇങ്ങനെ നിലനിർത്തിയാൽ നമ്മുടെ ഉള്ളില് ദൈവിക ബോധം നിലനിൽക്കും. നമ്മളിങ്ങനെ 4 പാടും നോക്കിയിട്ടും ഇതിലങ്ങോട്ട് ഓടിപ്പോണ ചെറുക്കനെയും കാണാൻ പറ്റും, അപ്പുറത്ത് കൂടി കയറി വന്ന മോളെയും കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ നമസ്കാരം. ഖുശൂ കിട്ടത്രയൊക്കെ മതി. ഒരുങ്ങുക, വളരെ അച്ചടക്കത്തോടെ നിസ്കരിക്കണം. അതിലെ ഓരോ കർമ്മങ്ങളും വളരെ കൃത്യമായിരിക്കണം. ഹദീസിൽ പറഞ്ഞതുപോലെ ആയിരിക്കണം. നോട്ടം തെറ്റിപ്പോകാതെ നിസ്കരിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഖുശൂ കിട്ടുക തന്നെ ചെയ്യും. ആ ഖുശൂ ഉണ്ടായി കഴിഞ്ഞാലാണ് നമ്മളിൽ മാറ്റമുണ്ടാകുക. അപ്പോഴാണ് അല്ലാഹ് പറഞ്ഞല്ലോ, നിസ്കാരക്കാരെ കുറിച്ച് സ്വയം ഒന്ന് നെഞ്ചിൽ കൈവച്ച് ചിന്തിക്കൂ. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം നീചവൃത്തികളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും നമ്മളെ തടഞ്ഞു നിർത്തുമെന്ന് പറയുമ്പോൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയും വേണ്ടാത്തതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് അപ്രകാരം നമ്മൾക്ക് സംഭവിച്ചു പോയി എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നമസ്കാരങ്ങളിൽ നമുക്ക് ഖുശൂ ഇല്ലാത്തത് തന്നെയാണ് അതിന് കാരണം എന്ന് നമ്മൾ വളരെ ഭയത്തോടു കൂടിയിട്ട് മനസ്സിലാക്കേണ്ടി വരും, അല്ലേ? അതുകൊണ്ട് നമ്മുടെ സൽഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഒന്നാമത് വിശ്വാസമാണ്. രണ്ടാമത്തേത് ഖുശൂവോട് കൂടിയിട്ടുള്ള നിസ്കാരം. അങ്ങനെ നിസ്കരിച്ചാൽ മാത്രം മതി. ദുനിയാവിലെ കഷ്ടപ്പാടുകളിൽ തളർന്നു പോകാതെ, സങ്കടങ്ങൾ ഏതും ഭാരമായി പേറിക്കൊണ്ടുപോകാതെ അള്ളാഹുവിന്റെ മുൻപില് മനോബലത്തോടുകൂടി വളരെ നല്ല സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഇനി അള്ളാഹു വിശ്വാസിയുടെ സൽഗുണമായിട്ട് പറയുന്നു, വല്ലദീനഹും അനിൽ ലഗ്വി മുരിദൂൻ. അവര് അനാവശ്യ കാര്യങ്ങളിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരാണ്. വേണ്ടാത്ത പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. ഒരാവശ്യമില്ലാതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ല വിശ്വാസികൾ. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ല വിശ്വാസിനികൾ. പുതിയ കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാ. ഒരാവശ്യമില്ലാതെ യൂട്യൂബ് തുറന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് യൂട്യൂബർമാരുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പൊ എന്തൊക്കെയായിരിക്കും പറയാ? ഞാൻ ഉദാഹരണമൊന്നും പറയണില്ല. കുട്ടികൾ പോലും പറയുന്ന ചില പേരുകളൊക്കെ കേട്ടിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ അത് കണ്ട് രസിച്ചിരിക്കുക. അവരുടെ വീട്ടിൽ കൂട്ടാൻ വെച്ചോ, അവർ ഹസ്ബൻഡും വൈഫും തമ്മിൽ തിരക്കുണ്ടാക്കിയോ, അമ്മായിമ്മ മരുമോളെ ചീത്ത പറഞ്ഞോ, ഇതൊക്കെയാണ് ഇന്ന് പുതിയ തലമുറ. രാവിലെ എണീറ്റാൽ എന്താ ആലോചിക്കണമെന്നറിയോ? പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ പ്രായമുള്ള തള്ളമാര് ആലോചിക്കണം എന്താ അറിയോ? ഇന്ന് യൂട്യൂബിലിടാൻ ഇപ്പൊ എന്താ ഒരു കണ്ടന്റ്, അത് കിട്ടിയിട്ട് വേണം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്തിട്ട് വേണം അവൾക്ക് ചോറും കറി ഉണ്ടാക്കാൻ. അതാണ് ഇപ്പൊ അവളുടെ അവസ്ഥ. ഓരോ വീട്ടമ്മമാരും ആ ഒരു നിലവാരത്തിലേക്ക് പോയി. നമ്മളെ പോലെയുള്ള കുറെ ആളുകള് ഈ തലയും വാലും ഇല്ലാത്ത വീഡിയോ കണ്ട് അതിന് ലൈക്ക് അടിച്ചും ചിരിച്ചും അവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്ന തിരക്കിലുമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വ്യർത്ഥമായ കാര്യങ്ങളിലാണോ അകപ്പെട്ടു പോയത്? ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമാ. വ്യർത്ഥമായ എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ മുഴുകുന്നത്. ഒരാവശ്യവുമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കുകയില്ല വിശ്വാസികൾ എന്ന് വളരെ കൃത്യമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള കരുത്ത് നമുക്കുണ്ടായിരിക്കണം. സൂറത്ത് ഫുർഖാനിലും അല്ലാഹു അത് പറയുന്നുണ്ട്. വിശ്വാസികൾ, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിയാന്മാർ തീർച്ചയായും വ്യർത്ഥമായ കാര്യങ്ങളിൽ അകപ്പെട്ടു പോകാതെ മാന്യതയോടെ തിരിഞ്ഞു നടക്കുന്നവരായിരിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് അല്ലാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു തീർക്കുന്ന ഓരോ പ്രവൃത്തികളെ കുറിച്ചും ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ആവശ്യമുള്ളതാണോ? നമുക്ക് ആവശ്യമുള്ളത്, ചുറ്റുപാടുകൾക്ക് ആവശ്യമുള്ളത്, മനുഷ്യർക്ക് നന്മ ചെയ്യുന്നത്, അല്ലാഹുവിന്റെ ദീനിന് നന്മ ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഈ കാലത്ത് ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾ
കാര്യങ്ങൾ ചെയ്തു കൂട്ടി വെറുതെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇരുന്ന് നമ്മൾ അന്നുണ്ടാക്കിയ ഭക്ഷണത്തിന്റെ മേന്മ പറഞ്ഞ് നമ്മളുണ്ടാക്കിയ ഭക്ഷണം ഒന്ന് സ്റ്റാറ്റസ് ഇട്ട് നീ ഇന്നെന്താടി ഉണ്ടാക്കിയത് അതിന്റെ റെസിപ്പി എന്ന് പറയടി എന്നും പറഞ്ഞ് ആവശ്യമില്ലാതെ സമയം നഷ്ടപ്പെടുത്തുകയോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നവരാകരുത്. സമൂഹത്തെ പറയിപ്പിക്കരുത്, ഇസ്ലാമിനെ പറയിപ്പിക്കരുത്. ഇന്നിപ്പം നോക്കിയാൽ യൂട്യൂബൊക്കെ തുറന്നാൽ കാണുന്നതിൽ 3/4 പങ്കും മുസ്ലിം നാമധാരികളാ. അവരുടെ വായിൽ നിന്ന് വരുന്നത് കേട്ടാൽ, അവര് ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ കണ്ടാൽ അറച്ചുപോകും. എങ്ങനെയാണ് ഇത്രയും മോശകരമായ ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യർക്ക്, മുസ്ലിം സമുദായത്തിന് എത്തിപ്പെടാൻ സാധിച്ചത് എന്ന് അത്ഭുതത്തോടെ നോക്കിക്കാണുകയാണ് നമ്മൾ, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിശ്വാസിനിയുടെ ഒരു സൽഗുണമാണ് വേണ്ടാത്തരങ്ങളിൽ നിന്ന്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരായിരിക്കും. പിന്നീട് അല്ലാഹു പറയുന്നു, വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ, അവര് സകാത്ത് നൽകുന്നവരായിരിക്കും, വിശുദ്ധമായ ദാനധർമ്മം നിർവഹിക്കുന്നവരായിരിക്കും അവര് എന്ന് അല്ലാഹു വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെയും നമുക്ക് മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താണ്? നമ്മൾ കൃത്യമായി സകാത്ത് കൊടുക്കുന്നവരാണോ? പൈസന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ബാക്കിൽ കാണാം. സകാത്ത് കൊടുക്കുന്നിടത്തൊക്കെ എന്തെല്ലാം സംശയമാണെന്നറിയോ? സംശയം ചോദിക്കാൻ നിന്ന ഒരു 10 രൂപ ഇങ്ങോട്ട് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കിയിട്ട് നമ്മള് സാമ്പത്തിക വിശുദ്ധി എന്ന് പറയുന്നത് അനിവാര്യമാണ് വിശ്വാസിക്കും ഒക്കെ. അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നമ്മളിൽ സാമ്പത്തിക വിശുദ്ധി ഉണ്ടായിരിക്കണം. വിശുദ്ധമാക്കപ്പെട്ട ധനം മാത്രമേ നമ്മൾ എടുത്തുണ്ടാകാൻ പാടുള്ളൂ. സംസ്കരിക്കപ്പെട്ട ധനത്തിന് അനിവാര്യമാണ് സകാത്ത് കൊടുക്കല്. ആ സകാത്ത് കൊടുക്കാത്ത ആളുകളായിട്ട് മാറരുത്. മാത്രമല്ല, അന്യായമായ രൂപത്തിലോ ഹറാമായ രൂപത്തിലോ സമ്പാദിച്ചതൊന്നും ജീവിതത്തിലില്ല എന്നുറപ്പ് വരുത്തണം. സാമ്പത്തിക വിശുദ്ധി എന്ന് പറയുന്നത് വിശ്വാസിക്ക് അനിവാര്യമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിശ്വാസിയുടെ ഏറ്റവും നല്ല സൽഗുണങ്ങളിലെ പെട്ടതാണ് എന്ത്? തീർച്ചയായിട്ടും അവര് സകാത്ത് കൊടുക്കുകയും ഏറ്റവും നല്ല രൂപത്തില് ധനം വിനിയോഗിക്കുകയും ചെയ്യുന്നവരായിരിക്കും. നാളെ അള്ളാഹുവിന്റെ കോടതിയില് 4 കാര്യങ്ങൾക്ക് ഉത്തരം പറയാതെ അവരുടെ കാൽപാദങ്ങൾ പോലും ചലിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു പറയുമ്പോ, എന്താണ് നമ്മുടെ ധനം എവിടെ നിന്ന് സമ്പാദിച്ചു, ഏത് രൂപത്തിൽ സമ്പാദിച്ചു എന്നൊക്കെ ഉത്തരം പറയാതെ നമുക്ക് തീർച്ചയായിട്ടും പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ഭർത്താവ് അധ്വാനിക്കുന്നത്, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നാം നമ്മുടെ കഴുത്തിലും കാതിലും അണിഞ്ഞുകൊണ്ട് നടക്കുന്നത് ഹലാലാണോ ഹറാമാണോ? ദുനിയാവിൽ പ്രാർത്ഥന സ്വീകരിക്കൂല, പരലോകത്ത് രക്ഷപ്പെടുകയുമില്ല. വിശ്വാസിനിയിലുണ്ടായിരിക്കേണ്ട നിർബന്ധമായ സൽഗുണം. ഇനി മറ്റൊന്ന് അല്ലാഹു പറയുന്നു, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവര് അവരുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്, ലൈംഗിക വിശുദ്ധി പാലിക്കുന്നവരാണ് വിശ്വാസിനികള്. യാതൊരു തരത്തിലുമുള്ള ദുർവൃത്തികളിലേക്കും വിശ്വാസിനി കടന്നു പോകുകയില്ല. അവിടെയും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഏതെല്ലാമോ തരത്തില് ഇത്തരം കാര്യങ്ങളിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരിക്കല് ഒരു സഹോദരി എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഞാൻ വളരെ കുറഞ്ഞ സമയമായതുകൊണ്ട് അതങ്ങനെ ആ രൂപത്തിൽ പറഞ്ഞു പോവാണ്. അവർ പറയുന്നത്, ഒരു അന്യപുരുഷനുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് തെറ്റുണ്ടോ എന്നാണ്. ഞാൻ പറഞ്ഞു, അതെന്തിനാണ് ഒരു അന്യപുരുഷനോട് ചാറ്റ് ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഞങ്ങള് തമ്മിൽ വേണ്ടാത്തൊരു ബന്ധവുമില്ല. നമ്മൾ കുട്ടികളൊക്കെ കുറ്റം പറയും. കുട്ടികൾക്ക് ഇപ്പൊ ബെസ്റ്റ് ഉണ്ട്. അവരുടെ സ്കൂളിലും ക്യാമ്പസുകളിലും അവർക്ക് ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു തസ്തി കണ്ടത്ര. ഇപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബെസ്റ്റിനെ? ആ കുട്ടികളൊക്കെ ചിരിക്കേണ്ട, അവർക്കറിയാം. ക്യാമ്പിനൊക്കെ പോയപ്പോ ഞാൻ കുട്ടികളോട് ചോദിച്ചു, എന്താ മക്കളെ ബെസ്റ്റി? മക്കള് പറഞ്ഞു, കാമുകന്റെ അത്രക്ക് അങ്ങോട്ട് എത്തൂല്ല എന്ന ഫ്രണ്ടിന്റെ നേരെ മുകളിലുമായിട്ടുള്ള ആളാണ് ആര്? ബെസ്റ്റി. അതെന്തിനാ? അപ്പോ ആൺകുട്ടിയുടെ ബെസ്റ്റി ആരാണ്? പെൺകുട്ടിയാണ്. പെൺകുട്ടിന്റെ ബെസ്റ്റി ആരാണ്? ആൺകുട്ടിയാണ്. ആൺകുട്ടിക്ക് ആൺകുട്ടി ബെസ്റ്റി ഉണ്ടാവുമോ? ഇല്ല. ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇതൊന്നും കുറെ പറയാൻ എനിക്ക് സമയമില്ലല്ലോ. അപ്പൊ അവരെന്ത്, അത് നല്ലൊരു കാര്യമാണ് കുട്ടികൾ പറയാ. ക്യാമ്പിന് വന്ന കുട്ടികൾ പറയാ, അത് നല്ലൊരു കാര്യം. അവൻ നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യും, അല്ലെ? പുതിയ ഓരോ സംസ്കാരങ്ങൾ നോക്കൂ നിങ്ങള്. ഞാനിതിവിടെ ഓർത്തത്, അവർക്ക് അവരുടെ ക്യാമ്പസുകളിൽ ബെസ്റ്റ് ഉണ്ടെങ്കിൽ ഇന്ന് യുവാക്കന്മാർക്കൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ ബെസ്റ്റുകളുണ്ട്.
നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഒരു അന്യപുരുഷനോട് ചാറ്റ് ചെയ്തോ കുഴപ്പമുണ്ടോ? എന്തിനാ അങ്ങനെ ചാറ്റ് ചെയ്യുന്നത്? അല്ല, ഞങ്ങൾ തമ്മിൽ വേണ്ടാത്തതൊന്നുമില്ല എങ്കിലും ഏതെങ്കിലും പെണ്ണിന്, നിങ്ങൾക്ക് പെൺ സുഹൃത്തുക്കളില്ലേ, അവരോട് ചാറ്റ് ചെയ്താൽ പോരെ? അല്ല, അവരോട് ചാറ്റ് ചെയ്യുമ്പോൾ കിട്ടാത്ത എന്തോ ഒരു മനസ്സുഖം ഒരാണിനോട് ചാറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് എങ്കിൽ, അവർക്കിടയിൽ യാതൊരു തരത്തിലുള്ള വേണ്ടാത്ത ബന്ധങ്ങളില്ലെങ്കിലും അതെല്ലാം തന്നെ ഇത്തരം ദുർവൃത്തിയിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത് എന്ന്, അതെല്ലാം ഇസ്ലാം വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം വേണ്ടാത്തരങ്ങളിലേക്കൊന്നും കടന്നു പോകാത്ത, സദാചാര വിശുദ്ധി പാലിക്കുന്ന ഏതെങ്കിലും ആളുകളുടെ ഇത്തരം വർത്തമാനങ്ങളിൽപ്പെട്ട് തന്റെ മനസ്സിന്റെ വിശുദ്ധിയും ജീവിത വിശുദ്ധിയും തകർത്ത് കളയാത്ത ഒരു പെണ്ണായിരിക്കും വിശ്വാസിനിയായിട്ടുള്ള പെണ്ണ്. നോക്കൂ, നിങ്ങള് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഇത്തരം ഒരു സന്ദർഭത്തിൽ പറഞ്ഞ കാര്യം, ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തില് സ്വന്തം വീട്ടിൽ നിന്നും കേൾക്കാത്ത നല്ല ഒരു വാക്ക് ഏതെങ്കിലും പുരുഷന്റെ വായിൽ നിന്നും കേട്ട് അവരോട് ചാറ്റ് ചെയ്യുവാനോ അവരുടെ ഫോൺ കോളുകൾക്ക് ചെവി കൊടുക്കാനോ പോകുന്ന, അങ്ങനെ രഹസ്യബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അറിയുക, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, അല്ലാഹുവേ, ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്ന കാര്യത്തിലേക്ക് എത്തിപ്പെടുന്നതിനേക്കാളും എനിക്കിഷ്ടം കാരാഗ്രഹവാസമാണ്, ജയിലിൽ കിടക്കുന്നതാണ്, തോന്നിവാസങ്ങളിൽ പെട്ടുപോകുന്നതിനേക്കാളും എനിക്കിഷ്ടം തീർച്ചയായിട്ടും ജയിൽവാസമാണ് എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ അത്രയും മാരകമായ കാര്യത്തിനാണ് യാതൊരു ഉളുപ്പുമില്ലാതെ, ഭാര്യയെ അറിയാതെ ഭർത്താവിനും ഭർത്താവ് അറിയാതെ ഭാര്യക്കുമൊക്കെ ചില ബന്ധങ്ങളുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത്തരം കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളത് വിശ്വാസിനിയുടെ ഒഴിച്ചുകൂട്ടാനാവാത്ത സൽഗുണമായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇനി അധികം ദീർഘിപ്പിക്കാൻ സമയമില്ല. ഏതായിരുന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ട, വിശ്വാസിനികൾ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നാവ്. നമ്മുടെ സൂറത്തുൽ മുഅ്മിനൂനിലെ വീണ്ടും നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമസ്കാരം സൂക്ഷിക്കുന്നവരായിരിക്കും അവര്, കൃത്യസമയത്ത് നമസ്കരിക്കുന്നവരായിരിക്കും അവര് എന്നൊക്കെ പറയുന്നുണ്ട്. ആ 10 ആയത്തുകളെ നിങ്ങളൊന്നെടുത്ത് പരിശോധിക്കണം. എന്റെ ജീവിതത്തിൽ ആ സൽഗുണങ്ങളുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. നമസ്കാരം നിലനിർത്തുന്നത്, നമസ്കരിക്കുന്ന എന്നെ ഓർക്കുവാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അണമുറിയാത്ത ദൈവിക സ്മരണയാണ് നമസ്കാരത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. തെറ്റുകളിലേക്ക്, വേണ്ടാത്തരങ്ങളിലേക്ക് കടന്നു പോകുമ്പോ അല്ലാഹ് എന്റെ റബ്ബെന്നെ ശിക്ഷിക്കുമല്ലോ എന്ന് ഭയപ്പെട്ട് മാറി നിൽക്കാനുള്ള കഴിവ് നമസ്കാരത്തിന്റെ ഉള്ളിലും നമസ്കാരത്തിന്റെ ശേഷവും പച്ച പിടിച്ചു നിൽക്കുന്ന ആ ഒരു ദിക്ർ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കുന്ന രൂപത്തിൽ കൃത്യമായ സമയത്ത് നമസ്കരിക്കുക, നമസ്കാരം ഉപേക്ഷിക്കാതിരിക്കുക, ഖുശൂഓടുകൂടി നമസ്കരിക്കുക, നമസ്കാരത്തിൽ അല്ലാഹുവിനെ ഓർക്കുക. നമ്മൾ ചൊല്ലുന്ന, അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ കണ്ണുകളൊന്ന് നിറയുമാറ് നമ്മളും മനസ്സും അല്ലാഹും തമ്മിൽ ആത്മബന്ധമുണ്ടായിരിക്കുക. നമസ്കാരം നമുക്ക് നിർബന്ധമാക്കപ്പെട്ടത് 7 ആകാശങ്ങൾക്കപ്പുറത്ത് വെച്ചാണെങ്കിൽ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മൾ ഓരോരുത്തരും മിഅ്റാജ് പോണം, ആകാശലോകത്തേക്ക് അല്ലാഹുവിന്റെ മുൻപിൽ മനസ്സ് സമർപ്പിച്ച ആ ഒരു അല്ലാഹുവുമായിട്ടുള്ള ഒരു മുനാജാത്താക്കിയിട്ട് ആ നമസ്കാരത്തെ മാറ്റിയാൽ മാത്രമേ ഈ പറയുന്ന സൽഗുണങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇനിയൊന്ന് വിശ്വാസവുമായി ബന്ധപ്പെട്ട് അല്ലാഹു റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ ഫൽയഖുൽ ഖൈറ, അവർ നല്ലത് പറഞ്ഞുകൊള്ളട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കട്ടെ. അത് വളരെ പ്രധാനമാണ്. നമുക്ക് സാധ്യമാകാത്തതാണ്, നിയന്ത്രിച്ചാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യമാണ് നമ്മുടെ നാവെന്ന് പറയുന്നത്. വേണ്ടെന്ന് വിചാരിച്ചിട്ടും പറഞ്ഞു പോയ വേണ്ടാത്ത വർത്തമാനങ്ങളുണ്ട്, അശ്ലീലങ്ങളുണ്ട്, വഴക്കും വക്കാണങ്ങളുമുണ്ട്, ഏഷണിയും പരദൂഷണങ്ങളുമുണ്ട്. ഒന്ന് ആത്മവിചിന്തനം നടത്തിയാൽ എത്രയാണ് പറഞ്ഞു പോയത്, കയ്യും കണക്കുമില്ലല്ലോ. അല്ലാഹ് അന്ന് ഞാനത് പറഞ്ഞു എന്നോർത്ത് അസ്തഗ്ഫിറുല്ലാഹ് എന്നൊന്ന് പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ മറന്നുപോയില്ലേ?
അത്രയും നമ്മൾ പറഞ്ഞു പോയില്ലേ? നോക്കൂ നിങ്ങള്, നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് വല്ലാത്ത അപകടമാണ്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കലും റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാ. അപ്പൊ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കുറച്ച് കർമ്മങ്ങൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? റസൂലുള്ള പറഞ്ഞു, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സകാത്ത്, അങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളെ കുറിച്ചും പഠിപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ തന്നെയാണ് റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, മുആദ്, ഈ പറയപ്പെട്ട അമലുസ് സ്വാലിഹാത്തുകൾ, അതിനെ നിയന്ത്രിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ? നമ്മൾ ഓർക്കണം, നാം ചെയ്ത നമസ്കാരങ്ങളും നോമ്പുകളും ദിക്റുകളും സ്വലാത്തുകളും ഹജ്ജും ഉംറയും എല്ലാം, അതിനെയെല്ലാം നിയന്ത്രിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാവ് പുറത്തേക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു, തഖഫു അലൈക ഹാദാ, ഇതിനെ പിടിച്ചു വെക്കണം. അല്ലെങ്കിൽ നിസ്കരിച്ചിട്ട് നോമ്പെടുത്തിട്ടൊന്നും കാര്യമില്ല. കുറെ നിസ്കരിക്കും, എന്നിട്ട് വന്നിട്ട് എന്തൊക്കെയാ ഇതുകൊണ്ട് പറയാ നമ്മള്? ഇതിനെ പിടിച്ചു വെക്കണം. ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വർത്താനം പറഞ്ഞതിന്റെ പേരിൽ മനുഷ്യർ പിടിക്കപ്പെടുമോ? വർത്താനം പറഞ്ഞതിന്റെ പേരിൽ ആളുകളെ പിടിച്ച് അല്ലാഹു നരകത്തിൽ എറിയുമോ? റസൂലുള്ളാഹി അതീവ ഗൗരവത്തോടെ പറഞ്ഞു, മുആദ്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് സത്യം, സംസാരത്തിൽ പറ്റിപ്പോയ പാകപ്പിഴവുകളുടെ പേരിലല്ലാതെ അധികം ആളുകളും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ കുറച്ചു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ വിശ്വാസിനിയുടെ സൽഗുണായിട്ട്. ഇത് സ്വായത്തമാക്കിയാൽ തന്നെ ഈ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഖുശൂഅോട് കൂടിയിട്ടുള്ള നമസ്കാരങ്ങളും ആ വിശ്വാസിയുടെ സംസ്കാര സമ്പന്നമായ ദുർവൃത്തികളിലേക്കൊന്നും കടന്നു പോകാത്ത, വേണ്ടാത്തരങ്ങളൊന്നും ചെയ്യാത്ത, സകാത്തൊക്കെ കൊടുത്ത് നേരായ രൂപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെയായി തീരണമെങ്കിൽ നമ്മുടെ സംസാരം നമ്മൾ വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊക്കെ തിരിച്ച്